നമ്മളിന്ന് പുതിയൊരാളെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ ബാങ്കോക്ക് ചാമ്പയ്ക്ക. കണ്ടോ, കുറേ പൂക്കളൊക്കെ ഇട്ടിട്ട് ആൾ റെഡിയായി നിൽക്കുന്നുണ്ട്. പൂക്കളിട്ടിട്ട് കായ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കായ്കൾ ഇതിലുണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാ വർഷവും ഒരു 2 ഇയറായി, ഒരു 3 ഇയറായി ഉണ്ടാവും നമ്മുടെ വീട്ടിലത്. കണ്ടോ, നിറച്ചും പൂക്കളാണ്. പൂക്കളും മൊട്ടും പൂവും മൊട്ടും പറഞ്ഞിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട്. ഫുൾ മൊട്ടും കായല്ല, മൊട്ടുകളാണ്. ഇനി ഇതിൽ ഫുള്ള് ചാമ്പയ്ക്ക ഉണ്ടാവും. ചാമ്പയ്ക്ക നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ വേനൽക്കാലത്താവുമ്പോൾ എല്ലാ ഫ്രൂട്ട്സിനും നല്ലൊരു പ്രത്യേക മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് മുകളിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. കുറേ തേനീച്ചകളും കുഞ്ഞു കുഞ്ഞു ഈച്ചകളൊക്കെ തേന് ശേഖരിക്കാൻ വന്നിട്ടുണ്ട് ഇതിൽ. ആൻഡ് ഓൾസോ കുറേ ഉറുമ്പുകൾ കണ്ടോ. ഇതാണല്ലേ നമ്മുടെ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത. അതായത് എത്ര പേരാ ഈ ഒരു പൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ഒരു കുറേ ഉറുമ്പുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടോ, കുഞ്ഞു കുഞ്ഞു തേനീച്ചകളുണ്ട്, പിന്നെ ഈച്ചകളുണ്ട്. ഇതാണ് ഒരു ഉറുമ്പ് പോകുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് ഈ ഒരു ഫ്രൂട്ടിൽ. ആൻഡ് ഓൾസോ കണ്ടോ, ഇവിടെ ഒരാൾ ഭയങ്കരമായ ധൃതി പിടിച്ച് തേന് കുടിക്കുകയാണ്. കണ്ടോ, നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മുടെ നേച്ചറിൻ്റെ ഓരോരോ അത്ഭുതങ്ങളാണിതൊക്കെ. ഇതിലാണ് ഇനി ചാമ്പയ്ക്ക ഉണ്ടായി വരിക. അപ്പോൾ ഈ ഒരു ചാമ്പയ്ക്ക നമുക്ക് നോക്കാം, ചാമ്പയ്ക്ക ഉണ്ടാവുന്നത് നോക്കാം.